പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പെർസെൻറ്റേജ് എന്ന ടോപ്പിക്കാണ്. അതിൽ നിന്നും PSC ഓറിയൻറ്റഡ് ആയിട്ട് കുറേ മോഡൽസ് നമ്മൾ പഠിച്ചു. ഏകദേശം 20 മോഡലോളം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ RRB ബേസ് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം, ക്വസ്റ്റ്യനിലേക്ക് പോവാം. If 20% of x is equal to 90, find x. എന്താ പറഞ്ഞേക്കുന്നത്? എക്സിൻ്റെ 20% 90 എക്സ് കണ്ടുപിടിക്കുക. എക്സിൻ്റെ 20% 90 എക്സ് കണ്ടുപിടിക്കുക. നമുക്കിവിടെ എക്സ് ഒരു സംഖ്യയാണെന്ന് വിചാരിക്കുക. ആ സംഖ്യയുടെ 20% 90 അല്ലേ? ഒരു സംഖ്യയുടെ ശതമാനം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഉദാഹരണം, എക്സ് ഒരു സംഖ്യയാണെങ്കിൽ അതിൻ്റെ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു 20/100. ഇതാണ് എക്സിൻ്റെ 20% കണ്ടുപിടിക്കാനുള്ള വഴി അല്ലേ? ഒരു സംഖ്യയുടെ ശതമാനം കണ്ടുപിടിക്കാനുള്ള വഴിയാണ് എന്താ? സംഖ്യ ഇൻറ്റു ശതമാന നിരക്ക് /100. അപ്പോൾ ഇവിടെ എക്സിൻ്റെ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു 20/100. ഇതാണ് എക്സിൻ്റെ 20% കണ്ടുപിടിക്കാനുള്ള വഴി. ഈ 20% എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 90 ആണെന്ന് തന്നിട്ടുണ്ട്. എക്സിൻ്റെ 20% എന്ന് പറയുന്നത് 90 ആണെന്ന് തന്നിട്ടുണ്ട്. എങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ആ വലിയ സംഖ്യ കണ്ടുപിടിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, 0 ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തുണ്ട്? 2x / 10 = 90 എന്ന് കിട്ടി അല്ലേ? എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ 2x അതേപോലെ നിലനിർത്തുന്നു. താഴെയുള്ള 10 ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്ന 10 ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു ഇൻറ്റു 2x കൂടെ ഡിവൈഡ് ചെയ്തേക്കുന്ന 10 ഈക്വൽ ടുവിൻ്റെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഡിവൈഡ് ചെയ്ത ഒരു നമ്പർ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? മൾട്ടിപ്പിൾ ചെയ്യും അല്ലേ? 90 × 10 എന്ന് കിട്ടും. ദെൻ 2x = 90 × 10 ആണെങ്കിൽ എക്സിൻ്റെ കൂടെ 2 ഗുണിച്ചിരിക്കുകയാണ്. ഈ 2നെ നമ്മൾ ഈക്വൽ ടുവിൻ്റെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്ക് അത് ഡിവൈഡ് ചെയ്യണം അല്ലേ? ഇവിടെ ഗുണിച്ചിരിക്കുന്ന 2 ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആകും. നോക്കിയേ, 9 2ഉം 10ഉം കൂടെ വെട്ടുന്നു, 5 എന്ന് കിട്ടും. ഓക്കെ, 5 × 90 അല്ലേ? 90 × 5 എത്ര കിട്ടും? 450 എന്ന് കിട്ടും. 450 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഇവിടെ എക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ സംഖ്യ എന്ന് പറയുന്നത് 450 ആണ്. അപ്പം 450ൻ്റെ 20% 90. 450ൻ്റെ 20% 90. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒരു സംഖ്യയുടെ ശതമാനം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സംഖ്യ ഇൻറ്റു ശതമാന നിരക്ക് /100. ഓക്കെ, അടുത്ത കണക്കിലേക്ക് പോവാം. വാട്ട് ഈസ് 5% ഓഫ് 50% ഓഫ് 500? ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? 500ൻ്റെ 50%ൻ്റെ 5% എത്രയാണ്? 500ൻ്റെ 50%ൻ്റെ 5%. അപ്പം ക്വസ്റ്റ്യൻ ആദ്യം പറഞ്ഞേക്കുന്നത് 500ൻ്റെ 50%. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 500ൻ്റെ 50% കണ്ടുപിടിക്കുക. എങ്ങനെ 500ൻ്റെ 50% കണ്ടുപിടിക്കുന്നത്? 500 × 50 / 100 അല്ലേ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് 500ൻ്റെ 50% കിട്ടും. ഇനി ആ കിട്ടുന്ന ആൻസറിൻ്റെ 5% എടുക്കുക. കിട്ടുന്ന ആൻസറിൻ്റെ 5% എടുക്കുക. ഇവിടെ 500 × 50 / 100 ചെയ്യുമ്പോൾ നമുക്ക് 500ൻ്റെ 50% കിട്ടും അല്ലേ? ആ 500ൻ്റെ 50%നെ വീണ്ടും എന്ത് ചെയ്യുക? 5% കണ്ടുപിടിക്കുക. എന്ന് വെച്ചാൽ 5 / 100. മനസ്സിലായോ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് 500ൻ്റെ 50% ഒരു സംഖ്യ കിട്ടും. ആ സംഖ്യയുടെ 5% കണ്ടുപിടിക്കണം അല്ലേ? എന്ന് വെച്ചാൽ ആ സംഖ്യ ഇൻറ്റു 5/100. ഇത് നമ്മൾ ഒന്നിച്ചങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. ഇത് ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതിനെല്ലാം ക്യാൻസൽ ചെയ്യുക. 5 × 5 25. 25 / 2 എന്ന് കിട്ടും അല്ലേ? 25 / 2 എന്ന് വെച്ചാൽ എത്ര? 12.5. ആൻസർ 12.5 എന്ന് കിട്ടി. അപ്പോൾ 500ൻ്റെ 50%ൻ്റെ 5% എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക്? 12.5 കിട്ടി. ഓക്കെ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, 50 കിലോഗ്രാം 50 കിലോഗ്രാം ഈസ് വാട്ട് % ഓഫ് 250 കിലോഗ്രാം? എന്താ പറഞ്ഞേക്കുന്നത്? 250ൻ്റെ എത്ര ശതമാനമാണ് 50 കിലോഗ്രാം? 250ൻ്റെ എത്ര ശതമാനമാണ്
50 കിലോഗ്രാം. അതാണ് ക്വസ്റ്റ്യൻ. 250ൻ്റെ എത്ര ശതമാനമാണ് 50 കിലോഗ്രാം? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ശതമാനം കണ്ടുപിടിക്കാൻ വേണ്ടി 250ൻ്റെ എത്ര ഭാഗമാണ് 50 എന്ന് കണ്ടുപിടിക്കുക. 250ൻ്റെ എത്ര ഭാഗമാണ് 50? എന്ത് കണ്ടുപിടിച്ചാൽ മതി? 50/250. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 50 250ൻ്റെ എത്ര ഭാഗമാണെന്ന് കിട്ടും. ആ ഭാഗത്തെ ഇൻറ്റു 100 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശതമാനം കിട്ടും. മനസ്സിലായോ? ഒന്നുമില്ല, ഇവിടെ തന്നിരിക്കുന്നത് 50 250ൻ്റെ എത്ര ഭാഗമാണെന്ന് കണ്ടുപിടിക്കാനാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 50/250. ഇനി അത് പേഴ്സൻറ്റേജിലോട്ട് ആക്കുന്നത് കൊണ്ട് ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ ആണോ? ഇതേ ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇവിടെ 0 0 ക്യാൻസൽ ചെയ്യും. 5ഉം 25ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 5 എന്ന് കിട്ടും. 100ഉം 5ഉം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 എന്ന് കിട്ടും. അപ്പോൾ 20% 20% 50 എന്ന് പറയുന്നത്. 250ൻ്റെ 20% എന്തെന്ന് പറയുന്നത്? 50 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓപ്ഷൻ സി. മനസ്സിലായോ? 50 കിലോഗ്രാം ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് 250 കിലോഗ്രാം? 250ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് 50 കിലോഗ്രാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 50/250. അപ്പോൾ 50 250ൻ്റെ എത്ര ഭാഗമാണെന്ന് കിട്ടും. അതേ ഇൻറ്റു 100 ചെയ്താൽ ശതമാനം കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 20% ഓഫ് 50% ഓഫ് 5000 ഈസ്. എന്താ പറഞ്ഞേക്കുന്നത്? 5000ൻ്റെ 50%, അതിൻ്റെ 20% എത്രയാണെന്നാണ് ചോദിച്ചിരുന്നത്. 2 ക്വസ്റ്റ്യന് മുമ്പ് നമ്മൾ ചെയ്ത പോലെ തന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 5000ൻ്റെ 50% കാണുക. 5000ൻ്റെ 50% എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 5000 ഇൻറ്റു 50% കാണേണ്ടത് അല്ലേ? 50/100. അപ്പോൾ 5000ൻ്റെ 50% നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ആ കിട്ടിയതിൻ്റെ 20% കാണുക. അങ്ങനെയാണെങ്കിൽ ആ കിട്ടിയതിൻ്റെ 20% എങ്ങനെ കാണുന്നത്? ആ കിട്ടിയ ആൻസർ ഇൻറ്റു 20/100 അല്ലേ? 20/100 ഒന്ന് ചെയ്താവല്ലോ നമുക്ക്. മനസ്സിലായ പറഞ്ഞേ? ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് 5000ൻ്റെ 50% കിട്ടും. അതേ ഇൻറ്റു 20/100 ചെയ്യുമ്പോൾ ആ സംഖ്യയുടെ 20% കിട്ടും. അതാണ് നമ്മൾ നിരത്തി ഒന്നിച്ചങ്ങ് എഴുതിയത്. ഓക്കെ, ചെയ്യാൻ പറ്റുക അല്ല, ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതിനെല്ലാം ക്യാൻസൽ ചെയ്യുക. 0 0 0 ക്യാൻസൽ ചെയ്തു. ഇവിടെ ഒരു 0 ഉണ്ട്, ഈ 0 ക്യാൻസൽ ചെയ്തു. ഈ 0യും ഈ 0യും ക്യാൻസൽ ചെയ്തു. ഓക്കെ, അപ്പം 5 × 5 25. 25 × 20 എത്ര കിട്ടും നമുക്ക്? 500 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ ആണോ പറഞ്ഞത്? മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് 32% ഓഫ് 3/8 ഓഫ് 5000? എന്താ പറഞ്ഞേക്കുന്നത്? 500ൻ്റെ 3/8 ഭാഗം എന്താ പറഞ്ഞേക്കുന്നത്? 5000ൻ്റെ 3/8 ഭാഗം 5000ൻ്റെ 3/8 ഭാഗം അതിൻ്റെ 32% കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? 5000ൻ്റെ 3/8 ഭാഗം കണ്ടുപിടിക്കണം അല്ലേ? 8ൽ 3 ഭാഗം കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ ഓഫ് വരുന്നുണ്ടല്ലോ, ഇവിടെ എല്ലാം ഓഫ് വരുന്നുണ്ട്. കണ്ടോ? ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതെല്ലാം ഓഫ് വരുന്നുണ്ട്. ഈ ഓഫ് വരുന്നിടത്ത് ഇൻറ്റു ആണ്. അത് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓഫ് വരുന്നിടത്ത് ഇൻറ്റു ആണ്. അപ്പം 3/8 ഓഫ് 5000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 3/8 ഇൻറ്റു 5000. ഓക്കെ, ചെയ്ത് നോക്കിയേ എത്ര കിട്ടും നമുക്ക്? അപ്പം 3/8 ഓഫ് 5000. അപ്പം നമ്മൾ 3/8 ഓഫ് 5000 ചെയ്തു അല്ലേ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5000ൻ്റെ 3/8 ഭാഗം കിട്ടും. ഇനി അതിൻ്റെ 32% കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 5000ൻ്റെ 3/8 ഭാഗം കണ്ടുപിടിച്ചു അല്ലേ? നമ്മൾ 3/8 ഇൻറ്റു 5000 ചെയ്യുമ്പോൾ 5000ൻ്റെ 3/8 ഭാഗം കിട്ടി. ഇനി അതിൻ്റെ 32% കാണുക. അതിൻ്റെ 32% കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 32/100. മനസ്സിലായോ? ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അതിൻ്റെ 32% കാണാൻ പറയുന്നത്. അപ്പോൾ അതേ ഇൻറ്റു 32/100. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം ഒന്ന് ക്യാൻസൽ ചെയ്ത് നോക്കിയേ. 8ഉം 32ഉം കൂടെ ക്യാൻസൽ ചെയ്യാം അല്ലേ? 8 × 4 ആണ് 32. അപ്പം 4 അവിടെ എഴുതി. ബാക്കി ചെയ്ത് നോക്കിയേ. 3 × 50 × 4 എത്ര കിട്ടും? 3 × 50 × 4 600 എന്ന് കിട്ടും അല്ലേ? 600 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
23% ഓഫ് 8040 പ്ലസ് 42% ഓഫ് 545 ഈക്വൽ ടു വാട്ട് പെർസെൻറ്റേജ് ഓഫ് 3000. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഇവിടെ നോക്കിയേ, 8040ൻ്റെ 23%, 8040ൻ്റെ 23%, 545ൻ്റെ 42% തമ്മിൽ കൂട്ടുമ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും. മനസ്സിലായോ? 8040ൻ്റെ 23%, 545ൻ്റെ 42% കൂടെ ആഡ് ചെയ്യുമ്പോൾ കൂട്ടുമ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും. ആ സംഖ്യ എന്ന് പറയുന്നത് 3000ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 3000ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ആ സംഖ്യ? അപ്പോൾ നമുക്ക് ആദ്യം ആ സംഖ്യ കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ ആദ്യം 8040ൻ്റെ 23%. ഇവിടെ നോക്കിയാൽ കണ്ടോ ഓഫ് വന്നേക്കുന്ന കണ്ടോ? ഈ ഓഫ് വന്നാലെല്ലാം അതിനർത്ഥം എന്ത്? അവിടെ ഇൻറ്റു ആണ് അല്ലേ. അപ്പോൾ 8040 ഇൻറ്റു 23% കണ്ടുപിടിക്കണം അല്ലേ. ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ, എത്ര കിട്ടും? ഓക്കെ, 804 ഇൻറ്റു 23 ചെയ്ത് നോക്കാം. 4 3 12 2 ശിഷ്ടം 1 12 8 3 24 24 8 0 2 16 2 9 4 8 1 അല്ലേ. 18492 എന്ന ആൻസർ കിട്ടി. 92 ഡിവൈഡ് ബൈ 10 എന്ന ആൻസർ കിട്ടി ആദ്യത്തത് ചെയ്യുമ്പോൾ. ഇനി 42% ഓഫ് 545, രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് 545ൻ്റെ 42% കണ്ടുപിടിക്കണം. അപ്പോൾ 545 ഇൻറ്റു 42 ഡിവൈഡ് ബൈ 100 ചെയ്യണം. 545 ഇൻറ്റു 42 ചെയ്യണം. 545 ഇൻറ്റു 42 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 22,890 ഡിവൈഡ് ബൈ 100 എന്ന് ആൻസർ കിട്ടി. ഇവിടുത്തെ ആദ്യത്തെ 18,492 ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 1849.2 എന്ന് ചെയ്യാം. 2 എന്ന് കിട്ടും. ഓക്കെ, കാരണം താഴെ 10 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു 0 ഉള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ന്യൂമറേറ്ററിൻ്റെ ഭാഗത്ത് നിന്നും ഒരു സ്ഥാനം മാറ്റി ഒരു പോയിൻ്റ് കൊടുക്കും. അതേപോലെ രണ്ടാമത്തേനകത്തിൽ ഡിവൈഡഡ് ബൈ 100 ആണ് അല്ലേ. 2 പൂജ്യമുള്ള നമ്പർ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പം 2 സ്ഥാനം ന്യൂമറേറ്ററി മാറ്റി എന്ത് ചെയ്യും? പോയിൻ്റ് കൊടുക്കുമെന്ന് വെച്ചാൽ 228.90 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണോ? അപ്പം 23% ഓഫ് 840 ചെയ്തു നമ്മൾ. 42% ഓഫ് 545 ചെയ്തു അല്ലേ. അത് രണ്ടും നമ്മൾ ചെയ്തു. എന്നിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കുന്നത്. ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടി നോക്കുക. 1828.2 പ്ലസ് 228.9 ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലസ് ചെയ്യുന്നതുകൊണ്ട് 0 ക്യാൻസൽ ചെയ്ത് കളയുക. 0 എടുക്കുന്നില്ല, അവസാനം 0 ആയതുകൊണ്ട്. ദെൻ ഇവിടെ നോക്കിയാൽ 9 2 11 1 ശിഷ്ടം 1, 9 1 10 18 8 ശിഷ്ടം 1, 4 2 6 1 7 8 2 10 0 ഇഷ്ടം 1 1 1 2. ആൻസർ എത്ര കിട്ടി? 2078.1 എന്ന് കിട്ടി. അപ്പോൾ 2078.1 ആണ്. ഈ 2078.1 3000ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. 2078.1 എന്ന് പറയുന്ന സംഖ്യ 3000ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? കണ്ടു നോക്കാം. നോക്കിക്കോ. എന്താ പറഞ്ഞേക്കുന്നത്? നമുക്കവിടെ പെർസെൻറ്റേജ് അറിയത്തില്ല. നമുക്കതിന് എക്സ് പെർസെൻറ്റേജ് എന്ന് കൊടുക്കാം. അപ്പോൾ എക്സ് പെർസെൻറ്റേജ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്കതിനെ എഴുതാം 3000 ഇൻറ്റു 3000ൻ്റെ എക്സ് ശതമാനമാണ് എന്ന് വെച്ചാൽ എക്സ് ഡിവൈഡ് ബൈ 100% എന്തെന്ന് പറയുന്നത്? 2078.1. ഓക്കെ ആണല്ലോ. ഇതിനകത്തുള്ള 0 ക്യാൻസൽ ചെയ്തു. അപ്പം 30x ആണ് എന്തെന്ന് പറയുന്നത്? 30x ആണ് 2078.1. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 2078.1 ഡിവൈഡഡ് ബൈ 30. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ്? 69.27 എന്ന ആൻസർ കിട്ടും. 69.27 എന്ന് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്?
3027% 2078.1 എന്ന് പറയുന്നത്. ഈ 2078.1 എവിടെ നിന്ന് കിട്ടി? 8040ൻ്റെ 23%, 545ൻ്റെ 42% കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പറാണത്, സംഖ്യയാണത്. ആ സംഖ്യ 3069.27%. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ ഓഫ് എക്സ് പെർസെൻറ്റേജ് ഓഫ് വൈ ടു വൈ പെർസെൻറ്റേജ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു. നമ്മളിത് പഠിച്ചായിരുന്നു അല്ലേ? എന്തായിരുന്നു നമ്മൾ മോഡലിനകത്ത്, ഏതോ ഒരു മോഡലിനകത്ത് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തതാണ്. എന്ത്? വൈയുടെ എക്സ് ശതമാനവും എക്സിൻ്റെ വൈ ശതമാനവും തുല്യമായിരിക്കും. എക്സിൻ്റെ വൈ ശതമാനവും എന്തായിരിക്കും? തുല്യമായിരിക്കും. വൈയുടെ എക്സ് ശതമാനവും എക്സിൻ്റെ വൈ ശതമാനവും തുല്യമായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞേക്കുന്ന ദ റേഷ്യോ ഓഫ്, ഇത് തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈയുടെ എക്സ് ശതമാനവും ഡിവൈഡഡ് ബൈ എക്സിൻ്റെ വൈ ശതമാനവും തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് രണ്ടും ഈക്വലായിട്ട് വരികയാണെങ്കിൽ അത് തമ്മിലുള്ള റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? ഇപ്പോൾ ഉദാഹരണം 5/5 നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. A/A എത്ര കിട്ടും? 1 കിട്ടും. അതേപോലെ ഇത് രണ്ടും ഈക്വലാണെന്ന് പറയുകയാണെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 60% ഓഫ് എ നമ്പർ ഈസ് 24 ലെസ് ദാൻ 3/4 ഓഫ് ദാറ്റ് നമ്പർ. ഫൈൻഡ് ദ നമ്പർ. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു നമ്പറിൻ്റെ 60% എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ നമുക്ക് എഴുതാം. ഒരു നമ്പറിൻ്റെ 60%, നമ്പർ ഏതാണെന്ന് അറിയില്ല, നമുക്ക് നമ്പറിനെ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ ആ എക്സിൻ്റെ 60% എന്ന് വെച്ചാൽ എക്സ് ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 100. എക്സിൻ്റെ 60% എന്തിന് ഈക്വലാണെന്നാണ് പറഞ്ഞേക്കുന്നത്? ആ നമ്പറിൻ്റെ, എക്സ് ആണ് നമ്മളെടുത്ത നമ്പർ, ആ നമ്പറിൻ്റെ 3/4 കാൾ 24 കുറവാണ്. എന്ന് വെച്ചാൽ നമ്മളെടുത്ത നമ്പർ എക്സ് ആണ്, എക്സിൻ്റെ 3/4 എന്ന് വെച്ചാൽ എക്സ് ഇൻറ്റു 3/4. ഇതാണ് എക്സിൻ്റെ 3/4. ഈ എക്സിൻ്റെ 3/4 24 കുറവാണ്, എന്ന് വെച്ചാൽ -24. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. ഇത് ഉപയോഗിച്ച് എക്സ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ആ എക്സ് എന്ന് പറയുന്ന നമ്പേഴ്സ് കണ്ടുപിടിക്കാനെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് നമ്മൾ ചെയ്തു നോക്കാതെ 0 ക്യാൻസൽ ചെയ്തു. Then 6x divided by 10 equal to 3x divided by 4 minus 24. ഓക്കെ, ഇത് ചെയ്യുക. ഇപ്പുറത്ത് 2 ഫ്രാക്ഷനാണ് കിടക്കുന്നത്. 3x ഡിവൈഡ് ബൈ 4 മൈനസ് 24. ഏതൊരു നമ്പറിൻ്റെ ഡിനോമിനേറ്ററായിട്ട് 1 ഉണ്ട്, അതുകൊണ്ട് 24 ഡിവൈഡ് ബൈ 1. ഇത് 2 ഫ്രാക്ഷനാണ്. 2 ഫ്രാക്ഷനെ മൈനസ് ഇട്ട് തരുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം 3x ഇൻറ്റു 1 ചെയ്യണം. 3xനെ ഇങ്ങോട്ട് ഗുണിക്കുക. മൈനസ് 4 ഇൻറ്റു 24. 4 ഇൻറ്റു 4 16 ആൻഡ് 6 എഴുതി, ബാലൻസ് 1. 2 ഇൻറ്റു 4 8 പ്ലസ് 1 96. അപ്പം 3x മൈനസ് 96 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 1 4. അപ്പോൾ 6x ഡിവൈഡ് ബൈ 10 ഈക്വൽ ടു 3x മൈനസ് 96 ഡിവൈഡ് ബൈ 4 എന്ന് കിട്ടി. ഇവിടെ നോക്കി, ഇനിയിപ്പം 2 ഫ്രാക്ഷൻ ഈക്വൽ ഇട്ട് തന്നേക്കുക അല്ലേ? 2 ഫ്രാക്ഷൻ ഈക്വൽ ഇട്ട് തന്നേക്കുക. എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക. 6 ഇൻറ്റു 4 6x ഇൻറ്റു 4 24x ഈക്വൽ ടു 10 ഇൻറ്റു 3x മൈനസ് 96. 10 ഇൻറ്റു 3x മൈനസ് 96 എത്ര കിട്ടും? 10 ഇൻറ്റു 3x എത്ര കിട്ടും? 10 ഇൻറ്റു 3x 30x മൈനസ് 10 ഇൻറ്റു 96 160 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇനി എക്സിൻ്റെ ടേം എല്ലാം ഒരിടത്ത് കൊണ്ടുവരിക, എക്സ് ഇല്ലാത്ത ടേം ഒരു ഭാഷത്ത് കൊണ്ടുവരിക. 24xനെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പ്ലസ് 24x അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 24x ആവും. 30x മൈനസ് 24x. ഈ മൈനസ് 960യെ ഇപ്പുറത്തേക്ക് ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു, അതുകൊണ്ടത് പ്ലസ് 960 ആവും. ഇനി 30xൽ നിന്നും 24x പോയാൽ നമുക്ക് കിട്ടും 6x എന്ന് കിട്ടും അല്ലേ? 6x എന്ന് കിട്ടും. 6x ഈക്വൽ ടു 960. അങ്ങനെയാണെങ്കിൽ x ഈക്വൽ ടു 960 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ എത്ര കിട്ടും?
160 എന്ന് കിട്ടും. ഓപ്ഷൻ സി 160 എന്ന് കിട്ടും. അപ്പോൾ ആ നമ്പർ 160. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The difference between 78% of a number and 59% of the same number is 323. What is 62% of ദാറ്റ് നമ്പർ? എന്താ പറഞ്ഞേക്കുന്നത്? ഒരു നമ്പറിൻ്റെ 78% ആ നമ്പറിൻ്റെ തന്നെ 59% തമ്മിലുള്ള വ്യത്യാസം 323 ആണെങ്കിൽ ആ നമ്പറിൻ്റെ 62% കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ മനസ്സിലായോ? നമുക്കൊരു നമ്പർ എടുക്കാം, എക്സ് എന്നെടുക്കാം. ഈ എക്സിൻ്റെ 78%, എക്സിൻ്റെ 78% എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് ഇൻറ്റു 78 ഡിവൈഡ് ബൈ 100 അല്ലേ? 78/100. അപ്പോൾ എക്സിൻ്റെ 78%, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അതേ നമ്പറിൻ്റെ 59%, എക്സിൻ്റെ തന്നെ 59% അല്ലേ? എക്സിൻ്റെ 59% എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു 59 ഡിവൈഡഡ് ബൈ 100. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 323. ഓക്കെ ആണോ? ഇത് ഇത്രയും ക്വസ്റ്റ്യനകത്ത് പറഞ്ഞേക്കുക. ഇതിൽ നിന്ന് നമുക്ക് ആ സംഖ്യ കണ്ടുപിടിക്കാം. നോക്കിയേ, എക്സ് ഇൻറ്റു 78 78x 78x ഡിവൈഡഡ് ബൈ 100 മൈനസ് 59x ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു 323. ഓക്കെ, ഇവിടെ നോക്കിയേ, രണ്ടിടത്തും ഡിനോമിനേറ്റർ 100 ആയതുകൊണ്ട് 100നെ കോമൺ ആയിട്ട് എടുക്കുക. കോമൺ ആയിട്ട് എടുത്തു. 78xൽ നിന്നും 58x കുറയ്ക്കുക. ഇത് നമ്മൾ ഫ്രാക്ഷൻ എന്ന ടോപ്പിക്കിനകത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരേ സെയിം ഡിനോമിനേറ്ററാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ഡിനോമിനേറ്റർ സെയിം ആയിട്ട് എടുക്കുക, ന്യൂമറേറ്റർ തമ്മിൽ മൈനസ് ചെയ്ത് എഴുതുക. ഈക്വൽ ടു 323 എന്ന് കിട്ടി. 78xൽ നിന്നും 59x പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? ബാക്കി 19x കിട്ടും അല്ലേ? 19x എന്ന് കിട്ടും. 19x ഡിവൈഡ് ബൈ 100 എന്ന് പറയുന്നത് 323 323. ഇനി എന്ത് ചെയ്യും? ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്ന 100നെ നമ്മൾ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഡിവിഷൻ അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവുന്നു. 19x എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? 323 ഇൻറ്റു 100 എന്ന് വെച്ചാൽ 20. ഓക്കെ ആണല്ലോ? 32,300 എന്ന് കിട്ടി. ഇനി അവിടെ എക്സ് ഈക്വൽ ടു എക്സിൻ്റെ കൂടെ ഗുണിച്ചിരിക്കുന്ന 19 ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. 32,300 ഡിവൈഡ് ബൈ 19 എന്ന് കിട്ടും. അവിടെ എക്സ് നമുക്ക് എന്തായിട്ട് കിട്ടും? ആ സംഖ്യ എന്ന് പറയുന്നത്, ഓക്കെ, ഇവിടെ കിട്ടുന്ന സംഖ്യ 1700. എത്രയാണ്? 1700. ഓക്കെ, അപ്പോൾ നമുക്ക് സംഖ്യ കിട്ടി. 1700 എന്ന സംഖ്യ കിട്ടി. 1700 ഇവിടുത്തെ സംഖ്യ. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? സംഖ്യയല്ല ചോദിച്ചിരിക്കുന്നത്, ആ സംഖ്യയുടെ 62% ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതേ 1700ൻ്റെ 62% കണ്ടുപിടിക്കണം. എങ്ങനെ? 62 ഡിവൈഡ് ബൈ 100 ചെയ്യണം അല്ലേ? 2 0 ക്യാൻസൽ ചെയ്തു. 17 ഇൻറ്റു 62 17 ഇൻറ്റു 62 ചെയ്യുമ്പോൾ 1054 എന്ന് കിട്ടി. 1054. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണോ? പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത കണക്കിലേക്ക് പോവാം. ഇത് നോക്കിയേ, മൈ ഇൻകം ഈസ് 1200 പെർ മന്ത്. If I save 20% of it every month, how much I shall save in a year? എന്താ പറഞ്ഞേക്കുന്നത്? എൻ്റെ ശമ്പളം എന്ന് പറയുന്നത്, എൻ്റെ വരുമാനം എന്ന് പറയുന്നത്, ശമ്പളമല്ല, എൻ്റെ വരുമാനം എന്ന് പറയുന്നത് 1200 രൂപയാണ്. മാസം 1200 രൂപയാണ് എൻ്റെ ശമ്പളം. അതിൽ നിന്നും 20% ഞാൻ എല്ലാ മാസവും സേവ് ചെയ്യും. 20%. അപ്പോൾ 1200ൻ്റെ 20% ഞാൻ സേവ് ചെയ്യും. നോക്കാം നമുക്ക് എത്ര രൂപയാണ് സേവ് ചെയ്യുന്നതെന്ന്. 1200ൻ്റെ 20% കണ്ടുപിടിക്കുക. 1200 ഇൻറ്റു 20 ഡിവൈഡ് ബൈ 100 അല്ലേ? ആൻസർ എത്ര കിട്ടും? 240 എന്ന് കിട്ടും. 12 ഇൻറ്റു 20 240. അപ്പോൾ എല്ലാ മാസവും അദ്ദേഹം 240 രൂപ സേവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഐ ഷാൾ സേവ് ഇൻ എ ഇയർ? ഒരു വർഷം അയാൾ എത്ര രൂപ സേവ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു മാസം 240 രൂപ സേവ് ചെയ്യുമെങ്കിൽ ഒരു വർഷം എന്ന് പറയുന്നത് 12 മാസമാണ് അല്ലേ? അപ്പം 12 ഇൻറ്റു 240. ഒരു മാസം അയാൾ 240 രൂപ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം എത്ര രൂപ ചെയ്യും? ഒരു വർഷം എന്ന് പറയുന്നത് 12 മാസമാണ്. അതുകൊണ്ട് 12 ഇൻറ്റു 240 ചെയ്യും അല്ലേ? നോക്കാം. 240 ഇൻറ്റു 12 എത്ര കിട്ടും? 0 24 8 2 ഇൻറ്റു 2 4 0 1 ഇൻറ്റു 4 4 1 ഇൻറ്റു 2 2 0 8 8 2 2880
ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഒരു വർഷം അയാൾ 2880 രൂപ എന്ത് ചെയ്യും, സേവ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇൻ എ കമ്പനി ദെയർ ആർ 724 എംപ്ലോയീസ്, 25% എംപ്ലോയീസ് ലെഫ്റ്റ് ഇൻ ദ ജോബ്, ഫൈൻഡ് ദ നമ്പർ ഓഫ് റെസ്റ്റ് ഓഫ് എംപ്ലോയീസ്. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു കമ്പനിയിൽ 724 ജോലിക്കാരുണ്ട്. ഒരു കമ്പനിയിൽ 724 ജോലിക്കാരുണ്ട്. അതിൽ 25% എംപ്ലോയീസ് ജോലി നിർത്തിപ്പോയി. 724 എംപ്ലോയി ഉള്ള കമ്പനിയിൽ നിന്നും 25% ആൾക്കാർ എന്ത് ചെയ്തു, ജോലി ലെഫ്റ്റായി പോയി. ഫൈൻഡ് ദ നമ്പർ ഓഫ് ദി റെസ്റ്റ് റെസ്റ്റ് ഓഫ് എംപ്ലോയീസ്. അങ്ങനെയാണെങ്കിൽ അവിടെ അവശേഷിക്കുന്ന എംപ്ലോയീസിൻ്റെ എണ്ണമാണ് കാണേണ്ടത്. മനസ്സിലായോ? 100% 25% ആൾക്കാർ എന്ത് ചെയ്തു, അവിടെ നിന്നും പിരിഞ്ഞു പോയി. അങ്ങനെയാണെങ്കിൽ അവിടെ അവശേഷിക്കുന്നത് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 100% ഉണ്ടായിരുന്നതിൽ നിന്നും 25% എന്തായിപ്പോയി, ലെഫ്റ്റായിപ്പോയി. അങ്ങനെയാണെങ്കിൽ അവിടെ അവശേഷിക്കുന്നത് എത്ര ശതമാനമായിരിക്കും? 75%, അല്ലേ? അവിടെ അവശേഷിക്കുന്ന ആൾക്കാരുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 75%. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 724ൻ്റെ 75% കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായോ പറഞ്ഞത്? അവിടെ അവശേഷിക്കുന്നത് 75% ആണ്, അല്ലേ? ആ 75% എത്ര ആണെന്ന് കണ്ടാൽ മതി. 724ൻ്റെ 75% ആണോ? 75 ഡിവൈഡ് ബൈ 100. 75ഉം 100ഉം കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. എത്ര? 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 3 കിട്ടും, ഇവിടെ 4 കിട്ടും, അല്ലേ? അതും 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2. ഇവിടെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 362 എന്ന് കിട്ടും. വീണ്ടും നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 181 എന്ന് കിട്ടി. 181 ഇൻറ്റു 3, 1 ഇൻറ്റു 3 3, 5 8 ഇൻറ്റു 3 24, 4 ബാലൻസ് 2, 1 ഇൻറ്റു 3 2 5. ഓക്കെ, 543 എന്ന് കിട്ടി. 543 എന്ന് കിട്ടി. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ 543 പേരാണ് അവിടെ കമ്പനിയിൽ ഇപ്പം നിലവിലുള്ളത്. ഓക്കെ, മനസ്സിലായോ? 25% പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 75% ആൾക്കാർ എവിടെ നിൽപ്പുണ്ട്, അല്ലേ? ആ 75% കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റാംസ് ഇൻകം ഈസ് 25% മോർ ദാൻ മധുസ് ഇൻകം. ഹൗ മച്ച് ലെസ് പെർസെൻറ്റേജ് ഈസ് മധുസ് ഇൻകം ദാൻ രാംസ്? ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കഴിഞ്ഞ മോഡലുകൾ പഠിച്ചപ്പോൾ, ഒരുപാട് മോഡലുകൾ പഠിച്ചപ്പം അതിനകത്ത് പഠിച്ചൊരു ക്വസ്റ്റ്യനാണ്. എന്താ ഇത്? രാമുവിൻ്റെ ഇൻകം അല്ലെങ്കിൽ റാമിൻ്റെ ഇൻകം 25% മധുവിനേക്കാൾ കൂടുതലാണ്. മധുവിൻ്റെ ഇൻകത്തേക്കാൾ 25% രാമുവിൻ്റെ ഇൻകം കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനം കുറവായിരിക്കും മധുവിൻ്റെ ഇൻകം? റാമിനേക്കാൾ മധുവിൻ്റെ ഇൻകം എത്ര കുറവായിരിക്കും? നമ്മളിത് ഇതേപോലെ തന്നെ എവിടെ പഠിച്ചു? ആ മോഡലിനകത്ത് പഠിച്ചു. മോഡൽ 12-നകത്ത് നമ്മൾ പഠിച്ചായിരുന്നു. എന്താ? എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 6% കൂടുതലാണെങ്കിൽ, എന്താ പറഞ്ഞേക്കുന്നത്? എയുടെ ശതമാനം ബിയുടെ ശതമാനത്തേക്കാൾ 6% കൂടുതലാണെങ്കിൽ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തേക്കാൾ 6/100 പ്ലസ് 6 ഇൻറ്റു 100% കുറവായിരിക്കും. ഇത് നമ്മൾ എവിടെ പഠിച്ചു? മോഡൽ 12-നകത്ത് പഠിച്ചു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക, മനസ്സിലാക്കണം. നോക്കിയേ, വാല്യൂ ഇട്ട് നോക്കിയേ. ഇവിടുത്തെ 6 എന്ന് പറയുന്നത് 25 ആണ്. 25 ഡിവൈഡ് ബൈ 100 പ്ലസ് 6 125 ഇൻറ്റു 100. ഓക്കെ ആണോ? ദെൻ 25ഉം 125ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 5 കിട്ടും. ഓക്കെ, 5ഉം 100ഉം കൂടെ ഇൻറ്റു ചെയ്ത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 20 എന്ന് കിട്ടും. അപ്പം 25ഉം 125ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. അതേപോലെ 100 ഡിവൈഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 20 കിട്ടും. എ ആണ് ആൻസർ, 20%. ഓക്കെ ആണോ? 20%. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് നോക്കിയേ, 60% സ്റ്റുഡൻസ് 60% സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ ആൻ എക്സാമിനേഷൻ. ഈ 400 സ്റ്റുഡൻസ് പാസ്ഡ്, ദെൻ ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈസ്.
എന്താ പറഞ്ഞേക്കുന്നത്? 60% സ്റ്റുഡൻസ് പരീക്ഷയ്ക്ക് തോറ്റുപോയി. 60% സ്റ്റുഡൻസ് എന്ത് ചെയ്തു? പരീക്ഷയ്ക്ക് തോറ്റുപോയി. അതിനർത്ഥം എന്താ? 40% കുട്ടികൾ പരീക്ഷയ്ക്ക് പാസ്സായി. അതല്ലേ അർത്ഥം? 100%-ൽ 60% കുട്ടികൾ പരീക്ഷയ്ക്ക് തോറ്റുപോയി. അതിനർത്ഥം എന്താ? ബാക്കി 40% കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്? പാസ്സായിട്ടുണ്ട് അല്ലേ? 40% കുട്ടികൾ പാസ്സായി. ഇനി ആ പാസ്സായവരുടെ എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. ആ പാസ്സായവർ എത്ര പേരാണ്? 400 പേരാണ് പാസ്സായത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ കുട്ടികളുടെ 40%-മാണ് പാസ്സായത്. ആ പാസ്സായവർ 400 പേരാണ്. മനസ്സിലായോ? എന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് വിജയിച്ച 40% എന്ന് പറയുന്നത് 400 പരീക്ഷയ്ക്ക് വിജയിച്ച 40% എന്ന് പറയുന്നത് 400. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ കണ്ടുപിടിക്കണം. ഇവിടെ ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ 40%-മാണ് 400. സ്റ്റുഡൻസിൻ്റെ എണ്ണം നമുക്കറിയില്ല. എക്സ് എന്നെടുക്കുകയാണെങ്കിൽ എക്സിൻ്റെ 40%-മാണ് ഇവിടെ 400 കിട്ടിയേക്കുന്നത് അല്ലേ? 400 കിട്ടിയേക്കണം. മനസ്സിലായോ? അതിനെ ഇങ്ങനെ എഴുതാമല്ലോ. ആകെ കുട്ടികളുടെ 40%-മാണ് 400. അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 400 എന്ന് എഴുതാം അല്ലേ? ഓക്കെ, ഇവിടെ എക്സ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? എക്സിൻ്റെ കൂടെ ഗുണിച്ചിരിക്കുന്ന 40 ഡിവൈഡ് ബൈ 100 എന്ത് ചെയ്യുക? അപ്പുറത്ത് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിനെ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. ഓക്കെ ആണോ? ഓക്കെ, എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അല്ലെങ്കിൽ മറ്റൊരു രീതി നോക്കിയാൽ മതി. ഇവിടെ എക്സിൻ്റെ കൂടെ ഗുണിച്ചിരിക്കുന്ന 40 ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ആവും. ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്ന 100 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഇൻറ്റു ആവും. അങ്ങനെ ആലോചിച്ചാൽ മതി. അന്നേരം 100 ഡിവൈഡ് ബൈ 40 കിട്ടും അല്ലേ? 0 ക്യാൻസൽ ചെയ്ത് 4ഉം 40യും ക്യാൻസൽ ചെയ്ത് ആ 10 കിട്ടും. 10 × 100 1000. അപ്പോൾ അവിടെ എത്ര കുട്ടികളുണ്ടായിരുന്നു? ആ ക്ലാസ്സിൽ 1000 കുട്ടികളുണ്ടായിരുന്നു. ഓപ്ഷൻ ബി. മനസ്സിലായല്ലോ പറഞ്ഞത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, എ ഫ്രൂട്ട് സെല്ലർ ഹാഡ് സം ആപ്പിൾസ്. ഹീ സെൽ 40% ആപ്പിൾസ് ആൻഡ് സ്റ്റിൽ ഹാസ് 420 ആപ്പിൾസ് ഒറിജിനലി ഹി ഹാഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പഴക്കച്ചവടക്കാരൻ്റെ കയ്യിൽ കുറച്ച് ആപ്പിൾസ് ഉണ്ട്. പഴക്കച്ചവടക്കാരൻ്റെ കയ്യിൽ കുറച്ച് ആപ്പിൾസ് ഉണ്ട്. അതിൻ്റെ 40% അയാൾ എന്ത് ചെയ്തു? വിറ്റു. അതിൻ്റെ 40% വിറ്റു. അങ്ങനെയാണെങ്കിൽ അയാൾ 40% വിറ്റിട്ടുണ്ടെങ്കിൽ അയാളുടെ ബാലൻസ് അയാളുടെ കയ്യിൽ എത്ര ശതമാനം കാണും? 60% കാണും അല്ലേ? 40%, 100-ൽ 40% അദ്ദേഹം വിറ്റു. അങ്ങനെയാണെങ്കിൽ ബാക്കി 60% അയാളുടെ കയ്യിലുണ്ട്. ഈ 60% അയാൾ പറഞ്ഞിട്ടുണ്ട് അയാളുടെ കയ്യിൽ ഇനി 420 ആപ്പിളുണ്ട്. എന്ന് വെച്ചാൽ ഈ ബാക്കിയുള്ള 60%-മാണ് 420. ബാക്കിയുള്ള 60%-മാണ് 420. ഓക്കെ ആണല്ലോ? അപ്പോൾ ആകെ ആപ്പിളിൻ്റെ 60%-മാണ് 420. അങ്ങനെയാണെങ്കിൽ ആകെ ആപ്പിൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ആകെ ആപ്പിളിൻ്റെ എണ്ണം അറിയില്ല. അതിൻ്റെ 60% നമുക്കറിയാം. 60% എന്ന് പറയുന്നത് എത്രയാണ്? 420 എങ്കിൽ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 420 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 60 അല്ലേ? എന്ത് ചെയ്യുക? 0 ക്യാൻസൽ ചെയ്യുക. 42 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 7 എന്ന് കിട്ടും. 7 × 100 700 ആപ്പിൾസ് ഉണ്ടായിരുന്നു. 700 ആപ്പിളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതിൽ 40% അയാൾ വിറ്റു. ബാക്കി 60% അയാളുടെ കയ്യിലുണ്ട്. 60% എന്ന് പറയുന്നത് 420. ഓക്കെ ആണല്ലോ ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ മന്ത്ലി ഇൻകം ഓഫ് എ പേഴ്സൺ ഈസ് 5000. ഒരു മനുഷ്യൻ്റെ മാസവരുമാനം എന്ന് പറയുന്നത് 5000 ഇഫ് ഹിസ് ഇൻകം ഈസ് ഇൻക്രീസ്ഡ് ബൈ 30%, ദെൻ വാട്ട് ഈസ് ഹിസ് മന്ത്ലി ഇൻകം നൗ? മനസ്സിലായോ? ഒരാളുടെ മാസവരുമാനം 5000 രൂപയാണ്. അങ്ങനെ 5000 രൂപയുള്ള അയാളുടെ ശമ്പളം 30% വർദ്ധിപ്പിച്ചു എങ്കിൽ അയാളുടെ ഇപ്പോഴത്തെ ശമ്പളം കണ്ടുപിടിക്കുക. മനസ്സിലായോ പറഞ്ഞത്? ഒരാളുടെ മാസശമ്പളം 30% വർദ്ധിപ്പിച്ചു. അപ്പം നേരത്തെ അയാൾക്ക് 5000 രൂപയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ 5000-ൻ്റെ 30% വർദ്ധിപ്പിച്ചു. 5000-ൻ്റെ 30% എന്ന് വെച്ചാൽ എത്രയാണ്? 5000 × 30 ഡിവൈഡ് ബൈ 100 അല്ലെ? 30 ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും?
1500 എന്ന് കിട്ടും. അപ്പം 5000 രൂപ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ 1500 രൂപയും കൂടെ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര രൂപയായി? ആദ്യം 5000 രൂപയായിരുന്നു ശമ്പളം, അതിൻ്റെ കൂടെ 1500 രൂപയും കൂടെ കൂട്ടി. 1500 രൂപയും കൂടെ കൂട്ടിയപ്പോൾ അയാൾക്ക് 6500 രൂപയായി ശമ്പളം. കണ്ടോ, അയാളുടെ ഇപ്പോഴത്തെ സാലറി എത്രയാണ്? 6500. ഇതൊന്നെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്തത്? ശമ്പളത്തിൻ്റെ 30% കണ്ടുപിടിക്കുക, ആ 30% എന്ത് ചെയ്യുക? ശമ്പളത്തിൻ്റെ കൂടെ കൂട്ടുക. അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാം. എന്താ പറഞ്ഞേക്കുന്നത്? 5000ൻ്റെ 30% ഇൻക്രീസ് ചെയ്തു അല്ലേ? 5000ൻ്റെ 30% ഇൻക്രീസ് ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ 30ൻ്റെ കൂടെ 100ഉം കൂടെ ആഡ് ചെയ്യുക. എന്ത് ചെയ്യുക? 100ഉം കൂടെ ആഡ് ചെയ്യുക. എന്നുവെച്ചാൽ ഈ 100% എന്ന് പറയുന്നത് 5000 ആണ്. മനസ്സിലായോ? 100% കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് 5000 ആണ്. 5000ത്തെ എന്തായാലും കൂട്ടണമല്ലോ, അതുകൊണ്ടാണ് 100% കൂടെ അതിൻ്റെ കൂടെ കൂട്ടുന്നത്. അപ്പം 130 എന്ന് എഴുതാം. 30ന് പകരം നമുക്ക് എന്ത് ചെയ്യാം? 100% കൂട്ടുക, 130 എന്ന് എഴുതുക, ഡിവൈഡ് ബൈ 100. ഓക്കെ. അപ്പോൾ ഒരു ശമ്പളം വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വർദ്ധിപ്പിച്ച നിരക്കിൻ്റെ കൂടെ 100ഉം കൂടെ കൂട്ടിയിട്ട് ഇതേപോലെ ചെയ്യുക. ഇതേ നോക്കിയേ, ഇത് 0 0 ക്യാൻസൽ ചെയ്ത് 5 × 30 നോക്കാം. 5 × 3 15, 5 ശിഷ്ടം 1, 1 × 5 1 6, 6500 എന്ന് കിട്ടി. കണ്ടോ? അപ്പോൾ ഇൻക്രീസ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ആ നിരക്കിനെ നമ്മൾ 100ൻ്റെ കൂടെ കൂട്ടിയിട്ട് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ 30% ഇൻക്രീസ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ 30 + 100 130 എന്ന് എടുത്തിട്ട് നമ്മൾ ചെയ്തു. ഓക്കെ, മനസ്സിലായോ? ഇനി കുറയുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 100ൽ നിന്നും ഈ 30 കുറച്ചിട്ട് വേണം കണ്ടുപിടിക്കാൻ. ഇപ്പോൾ ഉദാഹരണം പറയാണ്, ഇവിടെ ഇങ്ങനെ ആയിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ 5000 രൂപ ശമ്പളമുള്ള ഒരാളുടെ 30% സാലറി കുറച്ച് കഴിഞ്ഞാൽ, 30% സാലറി കുറച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കണമായിരുന്നു? 5000 × ഇവിടെ 30% കുറച്ചു അല്ലേ? അപ്പം 100ൽ നിന്നും 30 കുറയ്ക്കണം എന്ന് വെച്ചാൽ 70%. 5000 × 70 ഡിവൈഡ് ബൈ 100 വേണമായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് 100ൻ്റെ കൂടെ ആഡ് ചെയ്ത് കണ്ടുപിടിച്ചത്. മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The price of 10% increase of an article of 100. Then again 10% increase the price. How much is increase in total price? ഓക്കെ, നമ്മളൊരു 3 രീതിയിലുള്ള ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 രീതിയിലുള്ള ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആദ്യമേ 3 രീതിയിലുള്ള മോഡൽ പഠിച്ചതിനകത്തിൽ ആദ്യത്തെ മോഡൽ ഇത് ഇങ്ങനായിരുന്നു. ഒരു സംഖ്യയുടെ x% വർദ്ധിപ്പിക്കുകയും പിന്നീട് x% കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സംഖ്യയിൽ x²/100ൻ്റെ കുറവുണ്ടാകും. ഇത് നമ്മൾ പഠിച്ചു. പിന്നൊരു മോഡൽ പഠിച്ചു. എന്താ? ഒരു സംഖ്യയുടെ a% വർദ്ധിപ്പിക്കുകയും പിന്നീട് b% കുറയ്ക്കുകയും ചെയ്താൽ സംഖ്യയിൽ a - b - ab/100ൻ്റെ മാറ്റമുണ്ടാകും. പിന്നീട് പഠിച്ചായിരുന്നു, ഒരു സംഖ്യയുടെ a% വർദ്ധിപ്പിക്കുകയും തുടർന്ന് b% വർദ്ധിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സംഖ്യയിൽ a + b + ab/100ൻ്റെ കുറവുണ്ടായിരിക്കും. ഈ 3 മോഡൽ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ഇതനുസരിച്ച് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന ഇതിൽ നിന്നാണ്. നോക്കിയേ, ഒരു സംഖ്യയുടെ അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ 100 എന്ന് പറയുന്ന അല്ലെങ്കിൽ 100 രൂപ വിലയുള്ള ഒരു സാധനത്തിൻ്റെ വില 10% ആദ്യം കൂട്ടി, പിന്നീട് വീണ്ടും 10% കൂട്ടി. കണ്ടോ? ആദ്യം 10 കൂട്ടി, വീണ്ടും 10 കൂട്ടി. അപ്പം നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷനാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, എയുടെ സ്ഥാനത്ത് 10%, ബിയുടെ സ്ഥാനത്ത് 10%. അങ്ങനെയാണെങ്കിൽ ആകെ ടോട്ടൽ എത്ര വിലയാണ് ആകെ കൂടിയതെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ വാല്യൂ ഇവിടെ ഇട്ട് നോക്കുക. അതേ നോക്കിയേ, എയുടെ അവിടെ 10, അപ്പം 10 + 10 + 10 × 10 100, 100 ഡിവൈഡ് ബൈ 100. 100ഉം 100ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 1 എന്ന് കിട്ടും അല്ലേ? അപ്പം 10 + 10 + 1 എത്ര കിട്ടും? 21 എന്ന് കിട്ടും. അപ്പോൾ 21 രൂപയാണ് കൂടിയത്. നമുക്ക് 21 രൂപ കൂടി എന്ന് കിട്ടി അല്ലേ? 21% കൂടി എന്ന് കിട്ടി. ഇവിടെ ശതമാനമാണ് കിട്ടുന്നത്. 21% കൂടി എന്നാണ് നമുക്ക് കിട്ടിയത്. 21% കൂടി. 21% കൂടി. ഇവിടെ 100ലാണ് നമ്മൾ ആർട്ടിക്കിൾ പറഞ്ഞാൽ ആ സാധനത്തിൻ്റെ വാല്യൂ പറഞ്ഞത് 100ലായതുകൊണ്ട്, ആ സാധനത്തിൻ്റെ വാല്യൂ പറഞ്ഞത് 100ലായതുകൊണ്ട് 100ൻ്റെ 21% കൂടിയത്. അതിനർത്ഥം 21 രൂപ കൂടി അല്ലെങ്കിൽ 21 രൂപ കൂടി എന്നാണ് അർത്ഥം. ഓപ്ഷൻ ബി 21.
മനസ്സിലായോ? 100% എന്ന് വെച്ചാൽ 21 രൂപയാണ്. 21 രൂപ കൂടിയെന്നാണ് അർത്ഥം. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. എ മാൻ ഡസ് നോട്ട് വാണ്ട് ടു ചേഞ്ച് ഈസ് എക്സ്പെൻഡിച്ചർ ഫോർ ദി കൺസംപ്ഷൻ ഓഫ് ഷുഗർ ഇഫ് ദ പ്രൈസ് ഓഫ് ദ ഷുഗർ ഇൻക്രീസ്ഡ് ബൈ 60% ദെൻ ദ മാൻ മസ്റ്റ് റെഡ്യൂസ് ഈസ് കൺസംപ്ഷൻ ബൈ. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു മനുഷ്യൻ അയാൾ ഉപയോഗിക്കുന്ന പഞ്ചസാരയ്ക്ക് വേണ്ടി, അയാൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന പഞ്ചസാരയ്ക്ക് വേണ്ടി കുറച്ച് എമൗണ്ട് ചിലവാക്കുന്നുണ്ട്. ഒരു ഫിക്സ്ഡ് എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചിലവാക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പഞ്ചസാരയുടെ വില 60% കൂട്ടുന്നത്. പഞ്ചസാരയുടെ വില എന്ത് ചെയ്തു? 60% കൂട്ടി. അങ്ങനെ 60% കൂട്ടിയപ്പോൾ അയാൾ എന്ത് ചെയ്തു? അയാളുടെ പഞ്ചസാരയുടെ അളവങ്ങ് കുറച്ചു. എന്ത് ചെയ്യുന്നില്ല? ചെലവിൽ മാറ്റമില്ല. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഉദാഹരണം പറയാണ്, അയാൾ പഞ്ചസാരയ്ക്ക് വേണ്ടി 100 രൂപയാണ് ചിലവാക്കുന്നത്. എത്ര രൂപയാണ്? 100 രൂപ. 100 രൂപയ്ക്ക് അയാൾ 3 കിലോ പഞ്ചസാരയാണ് അയാൾ ഉപയോഗത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു മാസം അയാൾ 3 കിലോ പഞ്ചസാര ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കുക. അതിനുവേണ്ടി അയാൾ മാറ്റി വെച്ചേക്കുന്ന പൈസ എത്രയാണ്? 100 രൂപയാണ് അയാൾ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പം മാസം അയാൾ 100 രൂപ എന്ന് പറയുന്നത് എന്തിനു വേണ്ടി മാറ്റിവെക്കും? പഞ്ചസാരയ്ക്ക് വേണ്ടി മാറ്റിവെക്കും. അങ്ങനെ ഇരുന്നപ്പോൾ പഞ്ചസാരയുടെ വില അങ്ങ് കൂടി. 60% പഞ്ചസാരയുടെ വില കൂടി. അപ്പോൾ അയാൾ എന്ത് ചെയ്തെന്നറിയാവോ? ഈ പഞ്ചസാരയ്ക്ക് വേണ്ടി അയാൾ മാറ്റിവെക്കുന്ന പൈസയുടെ അളവ് കൂട്ടിയില്ല. 100 രൂപയ്ക്ക് തന്നെയാണ് ഇപ്പോഴും പഞ്ചസാര വാങ്ങുന്നത്. പക്ഷേ എന്ത് കുറച്ചു? ഈ 3 കിലോ എന്ന് പറയുന്നത്, അയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഞ്ചസാര 3 കിലോ ആണെങ്കിൽ അതെന്തായിട്ട് മാറി? 1.5 കിലോ ആയിട്ട് മാറി, അല്ലെങ്കിൽ 1 കിലോ ആയിട്ട് മാറി. പഞ്ചസാരയുടെ ഉപയോഗം അയാൾ അങ്ങ് കുറച്ചു. ഓക്കെ ആണോ പറഞ്ഞത്? അയാൾ അതിനുവേണ്ടി ചിലവാക്കുന്ന പൈസയ്ക്ക് മാറ്റമില്ല. എന്തുമാത്രമേ മാറ്റിയുള്ളൂ? അയാൾ ഉപയോഗിക്കുന്ന ആ പഞ്ചസാരയുടെ അളവ് മാത്രം കുറച്ചു. അങ്ങനാണെങ്കിൽ അയാൾ എത്രത്തോളം പഞ്ചസാര കുറയ്ക്കണം? അതാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? എന്താ പറഞ്ഞിരിക്കുന്നത്? അയാളുടെ പഞ്ചസാരയുടെ ഉപയോഗത്തിന് വേണ്ടി അയാൾ കുറച്ച് എമൗണ്ട് ചിലവാക്കുന്നുണ്ട്. ആ ചിലവാക്കുന്ന എമൗണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയാൾ ഉപയോഗിക്കുന്ന പഞ്ചസാരയ്ക്ക് വേണ്ടി അയാൾ കുറച്ച് എമൗണ്ട് ചിലവാക്കുന്നുണ്ട്. ഈ പഞ്ചസാരയുടെ വില കൂടിയപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന പൈസ അത് തന്നെ, പൈസയിൽ മാറ്റമില്ല. അയാൾ ചിലവാക്കുന്ന പൈസയ്ക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല. പക്ഷേ അയാൾ എന്ത് കുറച്ചു? പഞ്ചസാരയുടെ വില കൂടിയപ്പോൾ അതിൻ്റെ ഉപയോഗം അങ്ങ് കുറച്ചു. അങ്ങനാണെങ്കിൽ എത്ര ശതമാനമാണ് കുറച്ചത്? എത്ര ശതമാനം ഉപയോഗമാണ് അയാൾ കുറച്ചത്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതിനു വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട്, പഠിച്ചു വെച്ചേക്കുക. ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. R ഡിവൈഡഡ് ബൈ 100 പ്ലസ് R ഇൻറ്റു 100. 100 പ്ലസ് R ഇൻറ്റു 100. എന്താ പറഞ്ഞേക്കുന്നത്? 100 ഡിവൈഡ് ബൈ 100 പ്ലസ് R ഇൻറ്റു 100. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു സാധനത്തിൻ്റെ വില ഇൻക്രീസ് ചെയ്യുകയും അതിനുവേണ്ടി നമ്മൾ ചിലവാക്കുന്ന കാശിന് മാറ്റമില്ലാതാവുകയും ചെയ്യുകയാണെങ്കിൽ, എന്താ പറഞ്ഞേക്കുന്നത്? ഒരു സാധനത്തിൻ്റെ വില എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. പക്ഷേ അതിനുവേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന കാശുണ്ടല്ലോ, അതിന് ചിലവാക്കുന്ന കാശിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? മാറ്റം വരുത്തുന്നില്ല. പക്ഷേ അതിൻ്റെ ഉപയോഗം, ഈ സാധനത്തിൻ്റെ ഉപയോഗം നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ എത്ര ശതമാനം കുറച്ചു എന്ന് കണ്ടുപിടിക്കാനുള്ള വഴിയാണ് എന്തെന്ന് പറയുന്നത്? R ഡിവൈഡഡ് ബൈ 100 പ്ലസ് R ഇൻറ്റു 100. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, നോക്കാം. ഇവിടെ 6 എന്ന് പറയുന്നത് എത്ര ശതമാനം? 60. അപ്പോൾ 60/160 ഇൻറ്റു 100. ഓക്കെ, 0 ക്യാൻസൽ ചെയ്തു. 16ഉം 10ഉം കൂടെ ചെയ്യുമ്പോൾ ഇവിടെ 5 എന്ന് കിട്ടി, ഇവിടെ 8 എന്ന് കിട്ടി. ചെയ്യുമ്പോൾ 5 ഇൻറ്റു 6 30. 300 ഡിവൈഡ് ബൈ 8. 300 ഡിവൈഡ് ബൈ 8 എത്ര കിട്ടും നമുക്ക്? 37 1/2% എന്ന് കിട്ടും. 37 1/2%. ഇതായിരുന്നു ഓപ്ഷൻ. പക്ഷേ ഓപ്ഷനകത്ത് കറക്റ്റായിട്ട് വന്നിട്ടില്ല. 37 1/2% എന്ന് കിട്ടും. 37 1/2%. മനസ്സിലായോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? എന്താ പറഞ്ഞേക്കുന്നത്? ഒരു സാധനത്തിൻ്റെ വില, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിൻ്റെ വില ഉയരുകയും നമ്മൾ അതിനുവേണ്ടി മാറ്റിവെക്കുന്ന ക്യാഷ് ഉണ്ടല്ലോ അതിൽ മാറ്റമില്ലാതെ വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ സാധനത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നു. അത് എത്ര ശതമാനമാണ് നമ്മൾ കുറയ്ക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഔട്ട് ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ ഓഫ്
5,000 peoples in a village, the men increased 10% and women by 50%. Thus, the population become 5,600 in a year. How many men were there in the village? എന്താ പറഞ്ഞേക്കുന്നത്, ഒരു വില്ലേജിലെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ആകെ ആളുകളുടെ എണ്ണം 5000 അവരുടെ ആണുങ്ങളുടെ എണ്ണത്തിൽ 10% ഇൻക്രീസ് ചെയ്യുകയും പെണ്ണുങ്ങളിൽ 15% ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ പോപ്പുലേഷൻ 5600 മാറിയെങ്കിൽ എത്ര ആൾക്കാരാണ്, എത്ര ആണുങ്ങളാണ് ആ വില്ലേജിലുള്ളത്? ഓക്കെ, ഈ ക്വസ്റ്റ്യനകത്തിൽ പുരുഷന്മാരുടെ എണ്ണം എക്സ് ആണെങ്കിൽ ഈ പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ ആകെ അവിടെ 5000 പേരുണ്ട്. അതിൽ പുരുഷന്മാരുടെ എണ്ണം എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ബാക്കി ഈ 5000-ൽ പുരുഷന്മാരൊഴികെ ബാക്കി എല്ലാവരും ആരായിരിക്കും? സ്ത്രീകളായിരിക്കും. എന്ന് വെച്ചാൽ 5000-ൽ നിന്നും ഈ എക്സ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നത് മൊത്തം എന്തായിരിക്കും? സ്ത്രീകളായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? പുരുഷന്മാരുടെ എണ്ണത്തെ എക്സ് എന്നും സ്ത്രീകളുടെ എണ്ണത്തെ 5000 മൈനസ് എക്സ് എന്നും എടുക്കുന്നു. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, അങ്ങനെ ഈ പുരുഷന്മാരുടെ എണ്ണത്തിൽ 10% ഇൻക്രീസ് ചെയ്തു. 10% ഇൻക്രീസ് ചെയ്തു. എങ്ങനെ? എക്സിൻ്റെ 10%, 10/100 10% ഇൻക്രീസ് ചെയ്തു. അതേപോലെ സ്ത്രീകളുടെ എണ്ണത്തിൽ നമ്മൾ എത്ര ചെയ്തു? 15% ഇൻക്രീസ് ചെയ്തു. സ്ത്രീകളുടെ എണ്ണം എന്ന് പറയുന്നത് 5000 മൈനസ് എക്സ് ആണ്. അതിൻ്റെ 15% ഇൻക്രീസ് ചെയ്തു എന്ന് വെച്ചാൽ 15/100. അപ്പം നേരത്തെ പുരുഷന്മാർ എക്സ് ഉണ്ടായിരുന്നു, അതിൻ്റെ 10% ഇൻക്രീസ് ചെയ്തു. നമ്മൾ കഴിഞ്ഞ കണക്കി പറഞ്ഞു ഒരു സാധനത്തിൻ്റെ 10% ഇൻക്രീസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ കൂടെ 100 കൂടെ കൂട്ടുക. ഇപ്പോൾ ഇവിടുത്തെ ടോട്ടൽ എണ്ണം എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു 110/100 ആണ്. ഇപ്പോൾ അവിടുത്തെ പുരുഷന്മാരുടെ എണ്ണം 5600-ൽ ആ പുരുഷന്മാരുടെ എണ്ണം എക്സ് ഇൻറ്റു 110/100 ആണ്. അതേപോലെ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക? 100 കൂട്ടുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ എണ്ണത്തിനേക്കാൾ കൂടുതൽ വന്നു അല്ലേ? എത്ര കൂടുതലെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം 110/100-ഉം 115/100-ഉം. ഇനി ഇത് തമ്മിൽ കൂട്ടുന്നത് ഇങ്ങനെ വർദ്ധിച്ചതിന് ശേഷം ഇത് തമ്മിൽ കൂട്ടുമ്പോൾ ആകെ കിട്ടുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്നത് 5600 ആണ്. 5600 ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കുക. ഇത് ചെയ്യുക. ദെൻ 110 x/100 പ്ലസ് എന്ത് ചെയ്യുക? 5000 മൈനസ് എക്സ് ഇൻറ്റു 115. 115 ഇൻറ്റു 5000 എത്ര കിട്ടും? ഓക്കെ, ഇങ്ങനെ കിട്ടും അല്ലേ? 5000 മൈനസ് എക്സ് ഇൻറ്റു 115 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5,75,000 മൈനസ് 115 എക്സ് എന്ന് കിട്ടും അല്ലേ? ഇനി നോക്കിയാൽ രണ്ടിടത്തും ഡിനോമിനേറ്റർ 100 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് 100-നെ എടുക്കാം. 110 എക്സും മൈനസ് 115 എക്സ്. 110 എക്സ് മൈനസ് 115 എക്സ് എത്ര കിട്ടും നമുക്ക്? മൈനസ് 5 എക്സ് അല്ലേ? അപ്പോൾ 5,75,000 മൈനസ് 5 എക്സ് ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു 5600 എന്ന് കിട്ടും. ഇനി ഈ 100-നെ എന്ത് ചെയ്യുക? അപ്പുറത്ത് കൊണ്ടുപോയി ഇൻറ്റു ചെയ്യുക. ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, 5,75,000 മൈനസ് 5 എക്സ് എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? 5,60,000 എന്ന് കിട്ടും അല്ലേ? ഇനി 5,00,000 ഈ മൈനസ് 5x-നെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. ഈ നമ്പറിനെ ഇപ്പുറത്തേക്കും കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ 5,75,000 മൈനസ് 5,60,000 ഈക്വൽ ടു എന്ന് പറയുന്നത് 5x കിട്ടും. 5,75,000 മൈനസ് 5,60,000 എത്ര കിട്ടും നമുക്ക്? 15,000 എന്ന് കിട്ടും അല്ലേ? അപ്പം 15,000 ഡിവൈഡ് ബൈ ഇവിടെ എക്സിൻ്റെ കൂടെ ഗുണിച്ചിരിക്കുന്ന 5-നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഡിവൈഡ് ബൈ 5 ആവും ഈക്വൽ ടു എക്സ്. 15,000 ഡിവൈഡ് ബൈ 5 എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? 3000 എന്ന് കിട്ടും. 3000 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 3000. എക്സ് എന്ന് പറയുന്നത് നമ്മൾ മെന്നിൻ്റെ വാല്യൂ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ 3000 എന്ന് കിട്ടി. മനസ്സിലായോ ക്വസ്റ്റ്യൻ പറഞ്ഞത്? ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് ദ പ്രൈസ് ഓഫ് ദ കുക്കിംഗ് ഗ്യാസ് ഇൻക്രീസ്ഡ് ബൈ 50%, നമ്മുടെ കുക്കിംഗ് ഗ്യാസിൻ്റെ വില 15% ഉയർത്തി. ബൈ ഹൗ മെനി പെർസെൻറ്റേജ് ഷുഡ് എ ഫാമിലി റെഡ്യൂസ് ഇറ്റ്സ് കൺസപ്ഷൻ സോ ആസ് നോട്ട് ടു exceeds its budget on cooking gas? എന്താ മുമ്പേ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു കുക്കിംഗ് ഗ്യാസിൻ്റെ
വില കൂട്ടി എത്ര ശതമാനം? 15% വില കൂട്ടി. പക്ഷേ അതിനുവേണ്ടി നമ്മൾ ചിലവാക്കുന്ന കാശിൻ്റെ കണക്ക് നമ്മൾ കൂട്ടുന്നില്ല. അതിനുവേണ്ടി നമ്മൾ എത്രയാണോ ചിലവാക്കുന്നത് ആ ചിലവാക്കുന്നത് കൂട്ടുന്നില്ല. എന്ത് ചെയ്തു? ഗ്യാസിൻ്റെ ഉപയോഗം അങ്ങ് കുറച്ചു. അങ്ങനെയാണെങ്കിൽ എത്രയാണ് നമ്മൾ കുറച്ച ഉപയോഗം? എങ്ങനെ കണ്ടുപിടിക്കുന്നത്? R/100 + R × 100 അല്ലേ? ഇവിടെ R എന്ന് പറയുന്ന 15 15/115 × 100. 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 5 എന്ന് കിട്ടും. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 3 എന്ന് കിട്ടും. ഇവിടെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 23 എന്ന് കിട്ടും. ഓക്കെ. 3 × 100 300 എന്ന് കിട്ടും. 300/23 300/23 എത്ര കിട്ടും? 13 1/23% എന്ന് കിട്ടും. ഓക്കെ ആണോ? പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A school sent 18 candidates for an examination and school result was 70% pass. എന്താ പറഞ്ഞത്? ഒരു സ്കൂളിൽ നിന്നും 80 കുട്ടികൾ പരീക്ഷയ്ക്ക് പോയി. അങ്ങനെ പരീക്ഷയ്ക്ക് പോയപ്പോൾ അവരിൽ ജയിച്ചവരുടെ പാസ് ചെയ്തവരുടെ അല്ലെങ്കിൽ ജയിച്ച ആൾക്കാരുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 70%. അപ്പോൾ 80 കുട്ടികൾ പോയപ്പോൾ ജയിച്ചവരുടെ പെർസെൻറ്റേജ് 70 എന്ന് കിട്ടി. 70 കുട്ടികളാണ് പെർസെൻറ്റേജ് ജയിച്ചവർ. 70% കുട്ടികളാണ് ജയിച്ചത്. അങ്ങനെയാണെങ്കിൽ how many candidates should be detained so that the result become 80%? അപ്പോൾ 80 കുട്ടികൾ പോയതിനകത്ത് 70% കുട്ടികൾ വിജയിച്ചു അല്ലേ? ഇനി അവരുടെ ചോദ്യം എന്ന് പറയുന്നത് ഈ പെർസെൻറ്റേജ് വിജയിച്ചവരുടെ ശതമാനം നമുക്ക് 80% ആക്കണമെങ്കിൽ, വിജയിച്ചവരുടെ പെർസെൻറ്റേജ് 80% ആക്കണമെങ്കിൽ ഈ 80 കുട്ടികളിൽ നിന്നും എത്ര കുട്ടികളെ നമ്മൾ തടഞ്ഞു വെക്കണം? എന്നുവെച്ചാൽ എത്ര കുട്ടികളെ തടഞ്ഞു വെച്ചിട്ട് ബാക്കിയുള്ളവരെ അയക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 80% അല്ലെങ്കിൽ 80 കുട്ടികളുടെ 70% എത്രയാണെന്ന് കണ്ടുപിടിക്കുക. 80 കുട്ടികളുടെ 70% എന്ന് വെച്ചാൽ പാസ്സായവർ എത്ര പേരാണെന്ന് കണ്ടുപിടിക്കുക. പാസ്സായവർ എത്ര പേരാണ്? 56 കുട്ടികളാണ് പാസ്സായത്. 80 പേര് പോയതിനകത്ത് 56 കുട്ടികളാണ് പാസ്സായത്. അപ്പം ഇനി എത്ര കുട്ടികളെ അയച്ചാലാണ് ഈ 70% എന്നുള്ളത് 80% നമുക്ക് കിട്ടുന്നത്? നോക്കാം. എത്ര കുട്ടികളെ അയക്കണമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എക്സിൻ്റെ 80% നമുക്ക് കിട്ടേണ്ടത്. ഈ 56 കുട്ടികളാണ് വിജയിച്ചത് അല്ലേ? 80 കുട്ടികൾ പോയതിനകത്ത് 56 കുട്ടികൾ വിജയിച്ചു. എത്ര കുട്ടികളെ അയച്ചിരുന്നെങ്കിലായിരുന്നു നമുക്ക് 80% കിട്ടേണ്ടത് എന്ന് വെച്ചാൽ ഈ 80% 56 തന്നെയാണ്. 56 പേരെ വിജയിച്ചിട്ടുള്ളൂ. ഓക്കെ, 56 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4x = 56 × 5. ഓക്കെ, ഈ 80 കുട്ടികൾക്ക് പകരം 70 കുട്ടികളെ വിട്ടിരുന്നെങ്കിൽ 70 നമുക്ക് കിട്ടിയ എക്സിൻ്റെ വാല്യൂ അല്ലേ? നോക്കിയേ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. 80 കുട്ടികളെ നമ്മൾ പരീക്ഷയ്ക്ക് അയച്ചു. 80 കുട്ടികളെ പരീക്ഷയ്ക്ക് അയച്ചപ്പോൾ അതിൽ 56 കുട്ടികൾ പാസ്സായി. 56 കുട്ടികൾ പാസ്സായി. അങ്ങനെ 80 പേരിൽ 56 കുട്ടികൾ പാസ്സായപ്പോൾ 70% പാസ് ഉണ്ടായി. 70% കുട്ടികളാണ് പാസ്സായത്. ഇനി നമുക്ക് ഈ 70% എന്ന് പറയുന്നത് എത്രയാക്കണം? 80% ആക്കണമായിരുന്നു. 70% എന്നുള്ളത് 80% ആക്കണം. പക്ഷേ 56 കുട്ടികളെ വിജയിച്ചിട്ടുള്ളൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര കുട്ടികളെ ആയിരുന്നു അയക്കേണ്ടിയിരുന്നത്? 80 പകരം 70 കുട്ടികളെ അയച്ചിരുന്നെങ്കിൽ ഈ 70 കുട്ടികളിൽ 56 കുട്ടികൾ വിജയിച്ചപ്പോൾ 80% ആയേനെ. മനസ്സിലായോ പറഞ്ഞത്? 80 കുട്ടികൾക്ക് പകരം എത്ര കുട്ടികളെ അയച്ചാൽ മതിയായിരുന്നു? 70 കുട്ടികളെ അയച്ചാൽ മതിയായിരുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്ര കുട്ടികളെ നമ്മൾ തടഞ്ഞു വെക്കണമായിരുന്നു? ഈ 80 കുട്ടികളിൽ നിന്നും എത്ര കുട്ടികളെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയണമായിരുന്നു? എത്ര കുട്ടികളെ ക്യാൻസൽ ചെയ്യണമായിരുന്നു? 10 കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? തടഞ്ഞു വെക്കണമായിരുന്നു. 10 കുട്ടികളെ നമ്മൾ തടഞ്ഞു വെച്ചിരുന്നെങ്കിൽ 70 കുട്ടികൾ പോയിട്ട് 56 പേർക്ക് പാസ്സായി 80% മാർക്ക് കിട്ടിയേനെ. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, ഇതോടുകൂടി നമ്മൾ RRBയിൽ നിന്ന് ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക.